നമസ്കാരം. ആഗോള ദക്ഷിണ മേഖലാ രാജ്യങ്ങൾ പലപ്പോഴും ഇരട്ടത്താപ്പിന്റെ ഇരയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്ന രാജ്യങ്ങൾ നയരൂപീകരണ ചർച്ചകളിൽ പിന്നാക്കം തള്ളപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്ര രക്ഷാസമിതി അടക്കമുള്ള സുപ്രധാന സ്ഥാപനങ്ങളിൽ അടിയന്തര പൊളിച്ചെഴുത്തുകൾ അനിവാര്യമാണ്. സാമ്പത്തിക സഹകരണ രംഗത്തും ആഗോള നന്മയിലും ബ്രിക്സ് വലിയ കരുത്തായി നിലകൊള്ളുന്നുവെന്നാണ് അംഗരാജ്യങ്ങളിലെ ഉന്നത നേതാക്കൾ പങ്കെടുത്ത സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്. ബ്രിക്സിന്റെ വിപുലീകരണവും പുതിയ സുഹൃത്തുക്കളുടെ കൂട്ടിച്ചേർക്കലും കാലാനുസൃതമായി ഈ സംഘടനയ്ക്ക് മാറാനാകുമെന്നാണ് തെളിയിക്കുന്നത്. 20ാം നൂറ്റാണ്ടിൽ രൂപീകരിക്കപ്പെട്ട പല ആഗോള സംഘടനകളിലും ലോക ജനതയുടെ 1/3 ഇന്നും മതിയായ പ്രാതിനിധ്യം ഇല്ല എന്നാണ് ബ്രിക്സ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ മോദി ചൂണ്ടിക്കാട്ടിയത്. ആഗോള ദക്ഷിണ രാജ്യങ്ങളിൽ ഇല്ലാതെയുള്ള ഈ സംഘടനകൾ സിം കാർഡ് ഉണ്ടെങ്കിലും നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു മൊബൈൽ ഫോൺ പോലെയാണെന്നും അദ്ദേഹം പറയുന്നു. ആഗോള ദക്ഷിണ രാജ്യങ്ങൾക്ക് പലപ്പോഴും ഒരു സഹായവും കിട്ടാറില്ല. എന്നാൽ കാലാവസ്ഥ, സാമ്പത്തിക സഹായം, സുസ്ഥിരത വികസനം, സാങ്കേതികതയുടെ ലഭ്യത തുടങ്ങിയവയിൽ ഈ രാജ്യങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു. ഇന്നത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ മികച്ച സംഭാവനകൾ നൽകുന്ന ഈ രാജ്യങ്ങൾക്ക് നയരൂപീകരണ മേശയിൽ അർഹമായ പ്രാതിനിധ്യമില്ല. ഇത് കേവലം പ്രാതിനിധ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് വിശ്വാസ്യതയുടെയും കാര്യക്ഷമതയുടെയും കൂടി വിഷയമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബഹുധ്രുവ ഉൾക്കൊള്ളൽ ക്രമങ്ങളാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഇത് ആഗോള സ്ഥാപനങ്ങളിലെ സമഗ്ര പരിഷ്കരണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. പരിഷ്കാരങ്ങൾ കേവലം പ്രതീകാത്മകം ആകരുത്. അവയുടെ യഥാർത്ഥ സ്വാധീനം പ്രകടനമാകണം. കൂടാതെ ഭരണപരമായ ഘടനകളിൽ മാറ്റമുണ്ടാകണം. വോട്ടിംഗ് അവകാശത്തിലും നേതൃത്വ നിരയിലും അത് പ്രതിഫലിക്കണം. നയരൂപീകരണത്തിൽ ആഗോള ദക്ഷിണ രാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുൻതൂക്കം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഐക്യരാഷ്ട്ര രക്ഷാസമിതി, ലോക വാണിജ്യ സംഘടന, ലോക വാണിജ്യ ബാങ്കുകൾ തുടങ്ങിയവ കാലത്തിന് അനുസരിച്ച് നവീകരിക്കാനും നാം ഇച്ഛാശക്തി കാട്ടണമെന്നും മോദി പറയുന്നു. നിർമ്മിത ബുദ്ധിയുടെ ഈ കാലത്ത് സാങ്കേതിക ഓരോ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള സ്ഥാപനങ്ങൾ 80 വർഷത്തിൽ ഒരിക്കൽ പോലും മാറുന്നില്ല എന്നത് അംഗീകരിക്കാനാവുന്നില്ല. 21ാം നൂറ്റാണ്ടിലെ സോഫ്റ്റ്വെയറുകൾ 20ാം നൂറ്റാണ്ടിലെ ടൈപ്പിംഗ് യന്ത്രങ്ങളിൽ പ്രവർത്തിക്കാനാകില്ല എന്നും മോദി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തങ്ങളുടെ താല്പര്യത്തിനും അപ്പുറം ഒരു മാനവരാശിയുടെ താല്പര്യത്തിന് വേണ്ടി ഉയർന്നു പ്രവർത്തിക്കുക എന്നത് ഇന്ത്യ എപ്പോഴും ഞങ്ങളുടെ ഉത്തരവാദിത്തമായി കാണുന്നു. എല്ലാ വിഷയത്തിലും നിർണായകമായ സംഭാവനകൾ നൽകാൻ ഞങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്നും മോദി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇക്കൊല്ലത്തെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥ്യമരുളിയ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനീഷ്യം ലൂസ അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.